Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb seated on the throne. We crown you now with many crowns. You reign victorious, high and lifted up. Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb. Worthy is the Lamb. Worthy is the Lamb. Greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. ദനഹായ്ക്ക് ശേഷമുള്ള 4ാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. 4th Sunday after Epiphany. ദൈവത്തെ ആരാധിക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. Worshipping the Lord. Praise the Lord. ആരാധനയ്ക്കായി മനുഷ്യരെ ഒരുക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിളിലുടനീളം നാം കാണുന്നത്. എന്തിനാണ് മനുഷ്യരെ ആരാധനയ്ക്കായി ദൈവം കൂട്ടിവരുത്തുന്നത്? എന്തിനാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്? എന്തിനാണ് ദൈവം ആരാധന ആഗ്രഹിക്കുന്നത്? കാരണം മനുഷ്യരറിയണം ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്ന്. സർവശക്തനും സർവാധികാരിയുമായ ദൈവമാണ് സകലത്തെയും സകലരെയും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും. ദൈവമാണ് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നത്. മനുഷ്യന് അപ്രാപ്യവും അസാധ്യവുമായ സംഗതികൾ അതിശയകരമായി അവന് നിവർത്തിച്ചു കൊടുക്കുന്നത് ദൈവമാണ്. ഇക്കാര്യം മനുഷ്യനറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, ഏറ്റവും പ്രധാനമായി തൻ്റെ സൃഷ്ടികളുടെ മകുടമായ മനുഷ്യനുമായി കൂട്ടായ്മയിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യനുമായി സംവദിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള സമയമാണ് ആരാധനാ സമയം. ഈ സമയം ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണ്. ദൈവം ഈ സമയം ഏറ്റവും വിലമതിക്കുന്നു. ഇവിടെ ദൈവവും മനുഷ്യനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ആരാധനക്കാരൻ തനിക്ക് പറയാനുള്ളതെല്ലാം ദൈവത്തോട് പറയുന്നു, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. മുഖാമുഖമായുള്ള ഒരു എൻകൗണ്ടറാണ്, ഒരു സംസർഗമാണ് അവിടെ നടക്കുന്നത്. അതിനാൽ ദൈവം വിലമതിക്കുന്നത് പോലെ, ദൈവം ഇഷ്ടപ്പെടുന്നത് പോലെ ആരാധനക്കാരനും ഈ സമയം ഏറ്റവും വിലമതിക്കണം, ഏറ്റവും ഇഷ്ടപ്പെടണം.
ഇപ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ മോശെ നിയോഗിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് ഇന്ന് പഠിക്കുവാനുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 9 വേഴ്സസ് 1 to 7. ഇസ്രായേൽക്കാർ പണ്ട് ഈജിപ്തിൽ അടിമകളായിരുന്നു. ഈജിപ്തിലെ രാജാവായ ഫറവോൻ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിക്കുകയായിരുന്നു. അവർക്ക് അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ സൗകര്യമില്ലായിരുന്നു. അതിനവർക്ക് നേരമില്ലായിരുന്നു. അപ്പോൾ അവരുടെ നേതാവായ മോശയോട് ദൈവം പറയുകയാണ്, നീ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഫറവോനോട് പറയുക, എബ്രായരുടെ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ നീ താമസിച്ചാൽ എൻ്റെ കൈ നിൻ്റെ മേൽ വരും, നിൻ്റെ രാജ്യത്തുള്ള സകല മൃഗങ്ങളിന്മേലും വരും. നമുക്ക് വായിക്കാം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും. അതികഠിനമായ വ്യാധിയുണ്ടാകും. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവാരാധനയ്ക്കായി നമ്മെ ആരെങ്കിലും തടഞ്ഞാൽ, അല്ലെങ്കിൽ നാം തന്നെ അതിന് മനസ്സ് കാണിക്കാതിരുന്നാൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഇവിടെ ഫറവോൻ ഈ ജനത്തെ വിട്ടയക്കുവാൻ കൂട്ടാക്കിയില്ല. അത് നാം തുടർന്ന് വായിക്കും. ദൈവം മോശയിൽ കൂടെ ഫറവോനോട് പറയുകയാണ്, വിട്ടയക്കാൻ സമ്മതിക്കാതെ ഇനി അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ സകല മൃഗങ്ങളിന്മേലും വരും. അതികഠിനമായ വ്യാധി ഉണ്ടാകും. യഹോവ ഇസ്രായേല്യരുടെ മൃഗങ്ങൾക്കും ഈജിപ്തുകാരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിനും ഒന്നും ചാകയില്ല. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ചു. സമയം കുറിച്ചിരിക്കുന്നു. മോശ മുഖാന്തരം ദൈവം ഫറവോനോട് പറയുകയാണ്, നാളെ ഈ കാര്യം യഹോവ ദേശത്ത് ചെയ്യും, സമയം കുറിച്ചിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. ഈജിപ്തിലെ മൃഗങ്ങളെല്ലാം ചത്തു. ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ഫറവോൻ രാജാവ് ആളയച്ചു. ഇസ്രായേല്യരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവവുമായുള്ള ആ കൂട്ടായ്മ, ആ സംസർഗം, അത് തൻ്റെ ജനത്തെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നു. കുറച്ച് സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമ്മെപ്പറ്റിയും ദൈവം ആഗ്രഹിക്കുന്നു. അന്ന് ഇത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എങ്കിൽ, ഈജിപ്തിലെ ഫറവോൻ രാജാവിനോട് പറഞ്ഞു എങ്കിൽ, ഇന്ന് ഇത് നമ്മോട് പറയുകയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുവാൻ നാം തയ്യാറാകണം. ആ ഒരു ആരാധനാ സമയം നാം വിലമതിക്കണം, ഇഷ്ടപ്പെടണം. അവിടെ എന്താണ് നടക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ സമയങ്ങളിലെ സംഗതികളെല്ലാം നാം ദൈവസന്നിധിയിൽ ഓർക്കും. ദൈവത്തിന് നന്ദി പറയും. ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം ദൈവസന്നിധിയിൽ വയ്ക്കും. ഇനി നടക്കുവാൻ പോകുന്ന ദൈവീക ഇടപെടലുകൾ
എന്താണ് വരുംകാലങ്ങളിൽ ദൈവം ചെയ്ത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് എന്നുള്ള വലിയൊരു പ്രതീക്ഷയോടെയാണ് നാം പ്രാർത്ഥനാ സമയത്ത് ആയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈം ഓഫ് റിട്രോസ്പെക്ഷൻ, വണ്ടർമെൻറ്റ്, ആൻറ്റിസിപ്പേഷൻ ആൻഡ് എക്സ്പെക്റ്റേഷൻ. ദൈവസന്നിധിയിലായിരിക്കുന്ന ആ ആരാധനാ സമയം എത്രമാത്രം വിലപ്പെട്ടതാണ് സഹോദരങ്ങളെ. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധ്യമാകാത്ത രീതിയിൽ ഏതെങ്കിലും സാഹചര്യത്തിലാണോ നാം ആയിരിക്കുന്നത്? ഈ ലോകപ്രകാരം പ്രാമുഖ്യമുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ, അല്ലെങ്കിൽ രാജാവിന് സമാനമായ ഏതെങ്കിലും പ്രമുഖ വ്യക്തികൾ ഉള്ള ആ സാഹചര്യത്തിലാണോ നാം ആയിരിക്കുന്നത്? എങ്കിൽ പോലും നമ്മുടെ ആരാധനാ സമയമാണ് നാം വിലമതിക്കേണ്ടത്. കാരണം അവിടെ നമ്മെ മീറ്റ് ചെയ്യുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവത്തെ പോലെ ഒരു പ്രമുഖ വ്യക്തി, ആ ഒരു സമയത്തെ പോലെ മറ്റൊരു സാഹചര്യം ഈ ലോകത്തിലില്ല. അത് തന്നെയാണ് ദൈവം മോശയോട് പറഞ്ഞത്. The Lord said to Moses, "Go to the king Pharaoh and tell him that the Lord, the God of Hebrews, says, let my people go so that they may worship me. If you again refuse to let them go, I will punish you by sending a terrible disease on all your animals." ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് നാം മാറിപ്പോയാൽ, അല്ലെങ്കിൽ അതിന് പ്രാമുഖ്യം കൊടുക്കാതിരുന്നാൽ, അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവത്തിന് ഏറ്റവും പ്രയാസമുള്ള ഒരു സംഗതിയാണത്. ആരാധനാ സമയം നാം ഉപേക്ഷയായി വിചാരിച്ചുകൂടാ. ലെറ്റ് മൈ പീപ്പിൾ ഗോ എന്ന് നമ്മോടും പറയുകയാണ്. നമ്മുടെ സാഹചര്യത്തിൽ നാം ആരുടെ മുമ്പിലായിരുന്നാലും കർത്താവ് പറയുകയാണ്, ലെറ്റ് മൈ സൺ ഓർ ലെറ്റ് മൈ ഡോട്ടർ കം ടു മീ. ആ ഒരു വിളിയെ നാം ഗൗരവമായി എടുക്കണം. പ്രിയ സഹോദരങ്ങളെ, ആരാധന എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഈ വചനപാഠം നമ്മെ പഠിപ്പിച്ചത്. അടുത്ത വചനപാഠം സുവിശേഷ ഭാഗത്ത് നിന്നാണ്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 13-22. യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ അവിടുത്തെ കാഴ്ചകൾ അസ്വസ്ഥനാക്കി, അലോരസപ്പെടുത്തി. യേശുവിന് ദേഷ്യം വന്നു. കാരണം ദേവാലയത്തിന് വെളിയിൽ നടത്തിയിരുന്ന കച്ചവടങ്ങളെല്ലാം ഇപ്പോഴിതാ ദേവാലയത്തിനകത്ത്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ദേവാലയത്തിൽ യാഗമർപ്പിക്കുവാൻ വരുന്നവർക്ക് വേണ്ട യാഗമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന ദേവാലയത്തിനുള്ളിൽ. അവർക്ക് വേണ്ട മണി എക്സ്ചേഞ്ച് സംവിധാനങ്ങൾ ദേവാലയത്തിനകത്ത് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം കണ്ട യേശു കോപത്തോടെ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി എല്ലാത്തിനെയും അടിച്ചോടിച്ചു. പ്രാക്കളെ വിൽക്കുന്നവരുടെ മേശകളെ മറിച്ചിട്ടു. പൊൻവാണിഭക്കാരുടെ പീഠങ്ങളെയും നാണ്യം തൂകിക്കളഞ്ഞു. യേശു പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. യു മെയ്ഡ് ഇറ്റ് എ ഡെൻ ഓഫ് റോബേഴ്സ്. യു മെയ്ഡ് ഇറ്റ് എ മാർക്കറ്റ് പ്ലേസ്. ദേവാലയം എന്നത് ആരാധനക്കാർക്ക് സ്വസ്ഥതയോടെ ആരാധിക്കുവാൻ സാധിക്കേണ്ട ഇടമാണ്. അവിടെ കേൾക്കേണ്ടത് വെൻഡേഴ്സിൻ്റെ ബഹളമോ ഒച്ചപ്പാടോ അല്ല. നിശബ്ദതയാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. കാരണം അവിടെ ആരാധിക്കപ്പെടുന്നത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവം രാജാധിരാജാവാണ്, കർത്താധികർത്താവാണ്. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ
വാണിഭശാലയാക്കരുത് എന്ന്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ യേശുവിനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്തടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. യേശു ഒരു വലിയ അടയാളമാണ് അവർക്ക് കൊടുത്തത്. അവർക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരു അടയാളം. യേശു അവരോട് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. അപ്പോൾ യഹൂദന്മാർ യേശുവിനോട് പറഞ്ഞു, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവരോർത്തു യേശു പറഞ്ഞത് യെരുശലേം ദേവാലയത്തിൻ്റെ കാര്യമാണെന്ന്. പക്ഷേ യേശു തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അതായത് യേശു അടുത്തതായി ക്രൂശീകരണത്തിന് തയ്യാറെടുക്കുകയാണ്. യേശു കുരിശിക്കപ്പെടുകയും മരിച്ച് കബറടക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അക്കാര്യമാണ് യേശു ശിഷ്യന്മാരെ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന യഹൂദന്മാരെ ഓർമ്മപ്പെടുത്തിയത്. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം ഇത് പണിയും. നമുക്കത് ഒന്നുകൂടെ വായിക്കാം. It was almost time for the Passover festival, so Jesus went to Jerusalem. There in the temple he found men selling cattle, sheep and pigeons, and also the money changers sitting at their tables. So he made a whip from cords and drove all the animals out of the temple, both the sheep and the cattle. He overturned the tables of the money changers and scattered their coins. And he ordered the men who sold the pigeons, take them out of here. Stop making my Father's house a marketplace. His disciples remembered that the scripture says, my devotion to your house, O God, burns in me like a fire. The Jewish authorities replied with a question, what miracle can you perform to show us that you have the right to do this? Jesus answered, tear down this temple, and in 3 days I will build it again. Are you going to build it again in 3 days? They asked him. It has taken 46 long years to build this temple. But the temple Jesus was speaking about was his body. So when he was raised from the dead, his disciples remembered that he had said this, and they believed the scripture and what Jesus had said. ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി, ആ സാഹചര്യം എങ്ങനെയായിരിക്കണം, ആരാധന എന്താണ്, ആരെയാണ് ആരാധിക്കുന്നത്, ആരാധനയുടെ പ്രത്യേകത, ആരാധനയുടെ പ്രാധാന്യം, ഇവയെല്ലാമാണ് നാം ഇവിടെ പഠിച്ചത്. യോഹന്നാൻ ശ്ലീഹായിക്ക് സ്വർഗത്തിലെ ആരാധനയെപ്പറ്റി ഉണ്ടായ വെളിപ്പാട് 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിനി ചിന്തിക്കാം. Revelation chapter 5 verses 1-14. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സിംബോളിക് ലാംഗ്വേജിലാണ്, പ്രതീകങ്ങളിലൂടെയാണ്. ഇവിടെ യോഹന്നാന് സ്വർഗസിംഹാസനത്തിൻ്റെ ഒരു ദർശനം കിട്ടുന്നു, എ വിഷൻ ഓഫ് ദ ത്രോൺ റൂം ഇൻ ഹെവൻ. ആദ്യം പറയുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചുരുളിനെക്കുറിച്ചാണ്, ഒരു സ്ക്രോൾ. ഈ ചുരുൾ മാനവരാശിയെയും ഈ ഭൂമിയെയും
പൂർണ്ണമായും വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തുന്നതിനുള്ള ദൈവീക പദ്ധതിയുടെ രഹസ്യങ്ങളടങ്ങിയിരിക്കുന്ന ചുരുളാണ്. ആ പദ്ധതി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭൂമിയിൽ നടക്കുന്ന ഓരോരോ സംഭവ പരമ്പരകൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ വീണ്ടെടുപ്പിൻ്റെയും യഥാസ്ഥാനപ്പെടലിൻ്റെയും കാരണഭൂതൻ മരണത്തെ ജയിച്ചുയർത്ത ജയാളിയായ യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു ദർശനമാണ് യോഹന്നാൻ കണ്ടത്. യോഹന്നാൻ കണ്ട ദർശനം വിവരിച്ചിരിക്കുന്നു. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 ആയിരുന്നു. അവർ ഉച്ചത്തിൽ, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അതിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഈ അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ താൻ കണ്ട ദർശനത്തിലെ ഒരു ചുരുളിനെ പറ്റി ആദ്യം സംസാരിച്ചിരിക്കുന്നു. I saw a scroll in the right hand of the one who sits on the throne. It was covered with writing on both sides and was sealed with 7 seals. അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു ചുരുൾ. യോഹന്നാൻ ശ്ലീഹ കണ്ട ഈ സിംബോളിക് സ്ക്രോൾ ഭൂമിയുടെ ആധാരമാണ്. ടൈറ്റിൽ ഡീഡ് ഓഫ് ദിസ് എർത്ത്, അതായത് ഭാവിയിൽ ഭൂമിയിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്, ഭൂമിക്കും മനുഷ്യരാശിക്കും എന്തെല്ലാമാണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് മർമ്മങ്ങളായി ആ ദൈവ പദ്ധതി ഈ ചുരുളിൽ വിവരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഭൂമിയെയും ഈ മനുഷ്യരാശിയെയും ആത്യന്തികമായി ദൈവം റിസ്റ്റോർ ചെയ്യുന്നത്, ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്നത്,
അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. ആ കാര്യങ്ങളെല്ലാം മർമ്മങ്ങളായി ഈ ചുരുളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ ഈ ദർശനം കണ്ടത് ക്രിസ്തുവർഷം 69 അതായത് അന്ന് ഡൊമീഷ്യൻ ചക്രവർത്തിയായിരുന്നു റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. യോഹന്നാൻ അന്ന് പറഞ്ഞ ഈ ഭാവി എന്നുള്ളത് അത് ഇക്കാലത്തെക്കുറിച്ചാണ്. അതായത് അന്ന് യോഹന്നാൻ ശ്ലീഹ കണ്ട കാര്യങ്ങൾ, ദർശനത്തിൽ കണ്ട കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വായിക്കാം. Verse 2. And I saw a mighty angel who announced in a loud voice, Who is worthy to break the seals and open the scroll? But there was no one in heaven or on earth or in the world below who could open the scroll and look inside it. സ്വർഗത്തിൽ നിന്ന് ശക്തനായൊരു ദൂതൻ, എ മൈറ്റി ഏഞ്ചൽ, ചോദിക്കുകയാണ്, ഈ ചുരുൾ തുറക്കുവാൻ തക്കവണ്ണം, ഇതിലെ മുദ്ര പൊട്ടിക്കുവാൻ തക്കവണ്ണം യോഗ്യനായി ആരുള്ളൂ എന്ന് ചോദിക്കുന്നു. I cried bitterly because no one could be found who was worthy to open the scroll or look inside it. ദർശനത്തിൽ യോഹന്നാൻ ശ്ലീഹ കരയുകയാണ്. ഈ ചുരുളിൻ്റെ മുദ്ര പൊട്ടിക്കുവാനോ അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുവാനോ യോഗ്യനായി ആരെയും കാണാത്തതിനാൽ യോഹന്നാൻ ശ്ലീഹ ദർശനത്തിൽ കരയുന്നു. Verse 5. Then one of the elders said to me, Don't cry. Look, the lion from Judah's tribe, the great descendant of David, has won the victory, and he can break the 7 seals and open the scroll. യോഹന്നാനെ, കരയണ്ട. നോക്കുക, യഹൂദാ ഗോത്രത്തിലെ സിംഹം ഈ മുദ്രകളെല്ലാം പൊട്ടിക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അവനാണ് യോഗ്യൻ. അതായത് യേശു ക്രിസ്തുവാണ് ഭൂമിയിൽ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ പോകുന്നത്. യേശു ക്രിസ്തുവിന് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ. കാരണം ഈ ഭൂമിയുടെ അവകാശി അവനാണ്. ഇതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദാ ഗോത്രത്തിലെ സിംഹമാണവൻ. മരിച്ച് കബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി ഇന്നും ജീവിക്കുന്ന ആ ദൈവം, ആ യേശു ക്രിസ്തുവാണ് യോഗ്യൻ. തുടർന്ന് യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. Then I saw a lamb standing in the center of the throne, surrounded by the 4 living creatures and the elders. The lamb appeared to have been killed. It had 7 horns and 7 eyes, which are the 7 spirits of God that have been sent throughout the whole earth. The lamb went and took the scroll from the right hand of the one who sits on the throne. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്നും ആ ചുരുൾ വാങ്ങുവാൻ തക്കവണ്ണം യോഗ്യത നേടിയ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ സിംഹാസനത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതായി യോഹന്നാൻ ശ്ലീഹ കാണുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് മറ്റാരുമായിരുന്നില്ല, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. അവനാണ് സർവ്വലോകത്തിൻ്റെയും സർവ്വപാപവും തന്മേലേറ്റെടുത്ത് കാൽവരി ക്രൂശിൽ യാഗമായി മാറിയത്, അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട്. യേശുക്രിസ്തുവിനെ വിശുദ്ധ ബൈബിളിൽ കുഞ്ഞാടായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദ ലാംബ് ഓഫ് ഗോഡ്.
പണ്ട് മോറിയ മലയിൽ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ബലി കഴിക്കുവാൻ പോയി. പെട്ടെന്ന് ഒരു അശരീരി കേട്ടു, അബ്രഹാമേ, ബാലൻ്റെ മേൽ നീ കൈവയ്ക്കരുത്. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആട്ടിൻകുട്ടി കുറുങ്കാട്ടിൽ കൊമ്പ് കുരുങ്ങി കിടക്കുന്നതായി കണ്ടു. അബ്രഹാം ആട്ടിൻകുട്ടിയെ തൻ്റെ മകന് പകരമായി യാഗം കഴിച്ചു. സബ്സ്റ്റിറ്റ്യൂഷണൽ സാക്രിഫൈസ്. ഈ യാഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തോട് ഒക്കുന്നു. കാരണം യേശുക്രിസ്തുവാണ് മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി അവർക്ക് പകരമായി യാഗമായി മാറിയത്. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പാപമെല്ലാം യേശുക്രിസ്തു തന്മേൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി അവൻ മരിച്ചു. ഈ കുഞ്ഞാടിൻ്റെ സ്ഥാനം എവിടെയായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ദർശനത്തിൽ കണ്ടത്? സിംഹാസനത്തിൻ്റെ നടുവിൽ, സറൗണ്ടഡ് ബൈ ദ 4 ലിവിങ് ക്രീച്ചേഴ്സ് ആൻഡ് ദി എൽഡേഴ്സ്. 4 ജീവികളുടെ 24 മൂപ്പന്മാരുടെയും മധ്യത്തിൽ. ഈ 4 ജീവികൾ സ്വർഗദൂതന്മാരാണ്, കെരൂബുകൾ. അവർ പല കാര്യങ്ങളുടെയും പല കാലഘട്ടങ്ങളുടെയും ഒരു റെപ്രസെൻറ്റേഷനും കൂടെയാണ്. അതുപോലെ 24 മൂപ്പന്മാർ, അവർ വീണ്ടെടുക്കപ്പെട്ട പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരാണ്, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം. യേശുക്രിസ്തു ആയിരിക്കുന്നത് എല്ലാറ്റിൻ്റെയും മധ്യത്തിലാണ്, സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും മധ്യത്തിൽ. ഹി ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എവറിഥിങ്. നാം ഈ ഞായറാഴ്ച ദൈവ ആരാധനയെ പറ്റിയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേർഷിപ്പിംഗ് ദ ലോർഡ്. വി വേർഷിപ്പ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ വെയർ ഹി ഈസ്. യേശുക്രിസ്തു എവിടെ ആയിരിക്കുന്നു എന്ന കാരണത്താലാണ് നാം അവനെ ഒന്നാമതായി ആരാധിക്കുന്നത്. അതുപോലെ യേശുക്രിസ്തുവിനെ നാം എന്തിന് ആരാധിക്കണം? യേശുക്രിസ്തു ആരാണ് എന്നതിനാൽ നാം അവനെ ആരാധിക്കുന്നു. വി വർഷിപ്പ് ഹിം ഫോർ ഹിസ് പേഴ്സൺ ആൻഡ് മജസ്റ്റി. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്. ഹി ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. ഹി ഈസ് ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. ഹി ഈസ് ദ റൈറ്റ്ഫുൾ എയർ. അവനാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശി. യേശുക്രിസ്തു മാനവജാതിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതിനാൽ നാം അവനെ ആരാധിക്കുന്നു. ഹി ഈസ് അവർ റിഡീമർ. ഹി ഹാസ് ഡൊമിനിയൻ ഓവർ ഓൾ. ഹി ഹാസ് പ്രിവെയിൽഡ്. ഹി ഈസ് വിക്ടോറിയസ്. യേശുക്രിസ്തു ജയം പ്രാപിച്ചിരിക്കുന്നു. ഹി ഹാസ് പവർ ആൻഡ് കംപ്ലീറ്റ് അതോറിറ്റി. അവൻ സർവശക്തനും സർവാധികാരിയുമാകുന്നു. We worship Jesus for he is worthy. അവൻ മാത്രം യോഗ്യൻ. He is worthy to receive power, riches, strength, honor, glory and blessing. യോഹന്നാൻ ശ്ലീഹ കണ്ട ദർശനത്തിലെ ആ കുഞ്ഞാടിൻ്റെ മറ്റൊരു പ്രത്യേകതയായി നാം ഇവിടെ കാണുന്നത്, it had 7 horns and 7 eyes, which are the 7 spirits of God that have been sent throughout the whole earth. 7 കൊമ്പും 7 കണ്ണും ശക്തി അധികാരങ്ങളെ കുറിക്കുന്നതാണ്. പെർഫെക്റ്റ് പവർ ആൻഡ് കംപ്ലീറ്റ് അതോറിറ്റി. സർവശക്തനും സർവാധികാരിയുമായ യേശുക്രിസ്തു. ഇവിടെ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ 7 കാര്യങ്ങൾ നമുക്ക് യെശയ്യാവിൻ്റെ പ്രവചനം 11-ാം അധ്യായം 2-ാം വാക്യത്തിലും കാണുവാൻ കഴിയും. അവിടെ യേശുക്രിസ്തുവിനെ യഹോവയുടെ ആത്മാവ് എന്ന് നാം കാണുന്നു.
സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്ന് കാണുന്നു. സ്പിരിറ്റ് ഓഫ് നോളജ്, വിവേകത്തിൻ്റെ ആത്മാവായി കാണുന്നു. സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ആലോചനയുടെ ആത്മാവായി കാണുന്നു. സ്പിരിറ്റ് ഓഫ് കൗൺസൽ, ബലത്തിൻ്റെ ആത്മാവായി കാണുന്നു. സ്പിരിറ്റ് ഓഫ് മൈറ്റ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവായി കാണുന്നു. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, യഹോവ ഭക്തിയുടെ ആത്മാവായി കാണുന്നു. സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞാട് ചുരുൾ വാങ്ങിയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വേഴ്സ് 8. As he did so, the 4 living creatures and the 24 elders fell down before the Lamb. കുഞ്ഞാടിൻ്റെ മുമ്പിൽ അവർ വീണുപോയി. കാരണം അല്പം മുമ്പാണ് അവർ കേട്ടത് സ്വർഗത്തിൽ നിന്നുള്ള ശക്തനായ ഒരു ദൂതൻ്റെ അനൗൺസ്മെന്റ്. ആ ദൂതൻ ഇപ്രകാരം ചോദിച്ചിരുന്നു, Who is worthy to break the seals and open the scroll? ആ ചോദ്യം കേട്ട് ആരും മുമ്പോട്ട് കടന്നു വന്നില്ല. കാരണം അതിന് യോഗ്യതയുള്ളവരായി ആരും അവിടെ ഇല്ലായിരുന്നു. There was no one in heaven or on earth or in the world below who could open the scroll and look inside it. ആരെയും കാണായികയാൽ യോഹന്നാൻ ശ്ലീഹ പോലും ദർശനത്തിൽ കരഞ്ഞതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അവർ കാണുന്നു, യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ ഇതാ കടന്നു വരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അവർ വീണുപോയി. അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കാരണം അവർ മനസ്സിലാക്കി, ഇവനാണ് യോഗ്യൻ, ഇവൻ മാത്രമാണ് യോഗ്യൻ, ഇവനാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി. ഹി ഈസ് ദ റൈറ്റ്ഫുൾ എയർ. അവർ കവണ് വീണ് കുഞ്ഞാടിനെ ആരാധിക്കുകയായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, Each had a harp and gold bowls filled with incense, which are the prayers of God's people. They sang a new song. അവർ ഒരു പുതിയ പാട്ട് പാടി. വീണ്ടെടുപ്പിൻ്റെ ഗാനമാണത്. എന്താണ് അവർ പാടിയത്? You are worthy to take the scroll and to break open its seals, for you were killed, and by your sacrificial death you bought for God people from every tribe, language, nation, and race. You have made them a kingdom of priests to serve our God, and they shall rule on earth. ഇവർ പാടുകയാണ്, നീ മാത്രം യോഗ്യൻ. You are worthy to take the scroll. കാരണം you were killed, and by your sacrificial death you bought for God people from every tribe, every nation, every language, and every race. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുള്ളവരെ കർത്താവിനായി വിലയ്ക്ക് വാങ്ങി. എന്ത് വിലയാണ് ഈ കുഞ്ഞാട് കൊടുത്തത്? തൻ്റെ ജീവനാണ് കൊടുത്തത്. രക്തം മുഴുവനും അവർക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തു. അവർ ഈ കുഞ്ഞാടിനോടൊപ്പം ഈ ഭൂമിയിൽ വാഴുന്നു എന്നാണ് അവർ പാടിയത്. ഈ കവിണ്ണ് വീണ് കടന്നുകൊണ്ടാണോ ഈ പാടുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഇതൊരു ഹോളിസ്റ്റിക് വർഷിപ്പാണ്. അവരുടെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ഈ ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സ്വർഗത്തെയും ഭൂമിയെയും എല്ലാം ഇളക്കുന്ന ഒരു ആരാധനയാണിത്. ഈ ആരാധന ഭൂസ്വർഗങ്ങളുടെ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കും.
ഇവിടെ 11-ാം വാക്യത്തിൽ വീണ്ടും യോഹന്നാൻ ശ്ലീഹ നോക്കുന്നതായി, "Again I looked and I heard angels, thousands and millions of them. They stood around the throne, the 4 living creatures and the elders, and sang in a loud voice." സ്വർഗത്തിലെ ദൂതന്മാരും ഇവരോട് ചേരുകയാണ്. സ്വർഗവാസികളും ഭൂവാസികളും എല്ലാം ഒരുമിച്ച് ചേർന്ന് പാടുകയാണ്. ഈ ദൂതന്മാരുടെ സംഖ്യ ഇവിടെ എഴുതിയിരിക്കുന്നത് thousands and millions of them, എണ്ണമില്ലാത്ത അത്രയും ദൂതന്മാർ. അവർ പാടുന്നു, "And they sang in a loud voice, the Lamb who was killed is worthy to receive power, wealth, wisdom and strength, honor, glory and praise." സകല സ്തുതിയും മഹത്വവും ബഹുമാനവും ശക്തിയും ജ്ഞാനവും ധനവും എല്ലാം സ്വീകരിപ്പാൻ നീ മാത്രം യോഗ്യൻ എന്നാണ് സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് പാടുന്നത്. Verse 13, "And I heard every creature in heaven, on earth, in the world below, and in the sea, all living beings in the universe, and they were singing, 'To him who sits on the throne and to the Lamb be praise and honor, glory and might forever and ever.' The 4 living creatures answered, Amen." 4 ജീവികൾ ഈ ആരാധന കേട്ട്, ഈ പാട്ട് കേട്ട് ആമീൻ പറയുകയാണ്. "And the elders fell down and worshipped." കർത്താവേ, നീ മാത്രം യോഗ്യൻ, നീ എന്നും യോഗ്യൻ എന്ന ആ വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് സർവമഹത്വവും സ്തോത്രവും ബഹുമാനവും ബലവും എന്നേക്കും അങ്ങേക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നമ്മുടേതായ അഹന്തയും സ്വാർത്ഥതയും നേട്ടങ്ങളും പേരും പ്രശസ്തിയുമൊക്കെ ആകുന്ന കിരീടങ്ങൾ അവൻ്റെ മുമ്പിൽ നിലത്തിട്ട് ഉടച്ചു കളയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ആ ചുരുളിൻ്റെ 7 മുദ്രകളും പൊട്ടിക്കപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളെ. 7ാമത്തെ മുദ്ര പൊട്ടിക്കപ്പെട്ടതിനോടനുബന്ധിച്ചുള്ള 7 കാഹളങ്ങളിൽ 5 കാഹളങ്ങളും ധ്വനിക്കപ്പെട്ടു കഴിഞ്ഞു. 5ാമത്തെ കാഹളത്തിൻ്റെ അന്ത്യപാദത്തിലും 6ാമത്തെ കാഹളത്തിൻ്റെ ആരംഭത്തിലുമാണ് നാം ഇന്നായിരിക്കുന്നത്. 5ാമത്തെ കാഹളത്തോടൊപ്പം 1ാമത്തെ കഷ്ടവും തുടങ്ങിയിരുന്നു. അതായത് സാത്താനാൽ പ്രേരിതമായ യുദ്ധം, war inspired by Satan. 2ാമത്തെ കഷ്ടം ആരംഭിക്കുവാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് 6ാമത്തെ കാഹളത്തോടൊപ്പം സംഭവിക്കുന്നതത്രേ. ഇനി അടുത്തതായി അതാണ് നടക്കുന്നത്. അതായത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്ന സംഭവങ്ങൾ. ദൈവജനത്തിന് എതിരായി ഭൂമിയുടെ നാനാവശത്തു നിന്നും, പ്രധാനമായും ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ പോലും യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുന്ന സന്ദർഭമാണത്. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. സകല ആരാധനയും അവനിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം മടങ്ങുന്നത് ആ ദൈവകുഞ്ഞാടിൻ്റെ മുമ്പിലാണ്. കാരണം അവനാണ് നമുക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവന് വേണ്ടി വില കൊടുത്തത്. നമ്മുടെ ജീവന്റെ ഉത്തരവാദി അവനാണ്. അവൻ ദൈവത്തിനായി നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ അവനെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. കോടികളായിടും വിശുദ്ധ ദൂതന്മാരോടൊപ്പം വീണ്ടെടുക്കപ്പെട്ട നാമം ചേർന്ന് ആ കർത്താവിനെ ആരാധിക്കാം. യുണൈറ്റഡ് വർഷിപ്പ്.
കർത്താവിനോടൊപ്പമായിരിക്കുന്ന തൻ്റെ മക്കൾക്ക് ഈ ലോക സംഭവങ്ങൾ കണ്ട് പേടിക്കേണ്ടതായിട്ടില്ല. അത് തന്നെയുമല്ല, കർത്താവിൻ്റെ ഇടപെടലുകളിൽ നാം വളരെ എക്സൈറ്റഡുമാണ്. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.